the Lord. Praise the Lord. Hallelujah. 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 സന്തോഷത്തോടെ നമുക്ക് പറയാം Hallelujah. 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 എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് കാത്തിരിക്കുന്ന ഒരു രാത്രിയാണിത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ, തൻ്റെ മുമ്പിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന ഒരു രാത്രി. നമ്മുടെ നിരവധിയായ വേദനകളിലേക്ക് ഇറങ്ങി വരാനും, നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റാനും, നമ്മളെ അനുഗ്രഹമാക്കി മാറ്റാനും ഈശോ ആഗ്രഹിക്കുന്ന ഒരു രാത്രി. ഈ വേദനയുടെ കാലഘട്ടങ്ങളിൽ വലിയ ആശ്വാസം പകർന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ് ഈ ജാഗരണ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് വലിയ വിശ്വാസത്തോടെ, വലിയ പ്രത്യാശയോടെ, കർത്താവിനോടുള്ള വലിയ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായത്തിന്റെ 19 തിരുവചനം ഇപ്രകാരം പറയുകയാണ്: തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വാഗ്ദാനം ഇതാണ്: തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണമാണ്. അവിടുന്ന് ഉറപ്പുള്ള താങ്ങാണ്. അവിടുന്ന് പറയുകയാണ്, ചുടുകാറ്റിൽ അവിടുന്ന് അഭയ കേന്ദ്രമാണ്, പൊരുവെയിലിൽ അവിടുന്ന് തണലാണ്, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ അവിടുന്ന് താങ്ങുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, പ്രതിബന്ധങ്ങൾ ഉണ്ടാകില്ലെന്നല്ല പറയുന്നത്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ സംരക്ഷിക്കും. 23 സങ്കീർത്തന പ്രകാരം പറയുകയാണ്: മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, എങ്കിലും കർത്താവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, തിരിച്ചറിയുക, ഈ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്നവരാണ്. എങ്കിലും കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. പ്രഭാഷകൻ 34:19 പറഞ്ഞ പ്രകാരമാണ്: നീ എന്നെ സ്നേഹിക്കുക, നീ എന്നെ സ്നേഹിക്കുക. നീ എന്നെ സ്നേഹിച്ചാൽ നിന്നെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ സംരക്ഷണം നിന്റെ കൂടെ ഉണ്ടാകും, എൻ്റെ താങ്ങ് നിന്റെ കൂടെ ഉണ്ടാകും. നീ ചുടുകാറ്റിലൂടെ കടന്നു പോകുമ്പോൾ അഭയകേന്ദ്രമായി ഞാൻ ഉണ്ടാകും. നീ പൊരുവെയിലിലൂടെ സഞ്ചരിക്കുമ്പോൾ തണലായി താങ്ങായി ഞാൻ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ആ ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ആ കർത്താവിനെ നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കാം. കർത്താവ് പറയും, ഇത്ര മാത്രമേ ഉള്ളൂ: നീ എന്നെ സ്നേഹിച്ചാൽ, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ കടാക്ഷിക്കും. കർത്താവ് യേശുവിൻ്റെ കടാക്ഷം നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും. ആ കടാക്ഷത്താൽ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കുടുംബവും തലമുറയൊക്കെ അനുഗ്രഹിക്കപ്പെടും. പ്രതികൂലങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ അവിടുത്തെ കടാക്ഷം വലിയ സംരക്ഷണമായിട്ട് മാറും. അത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് മാറും, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമായിട്ട് മാറും, നമ്മുടെ കണ്ണുനീരിന് ആനന്ദമായിട്ട് മാറും, നമ്മുടെ എല്ലാ തകർച്ചകൾക്കുമുള്ള പരിഹാരമായി കർത്താവിൻ്റെ കടാക്ഷം മാറും. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ, കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി, ദൈവത്തെ സ്തുതിച്ച് പാടാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നോടൊപ്പമുണ്ട്. അതിനാൽ ഭയപ്പെടേണ്ട. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവശക്തി കൂടെയുണ്ട്. കർത്താവ് ബലം പകരാൻ എന്നോടൊപ്പമുണ്ട്. ആ ദൈവത്തെ നമുക്ക്
പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയുടെ ആരംഭ നിമിഷങ്ങളിൽ ഒന്ന് പാടി മഹത്വപ്പെടുത്തി ദൈവാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. കരങ്ങളടിച്ച് നമുക്ക് പാടാം. നമുക്ക് ആവശ്യമായത് ഉന്നതമായ ശക്തിയാണ്, താതന്റെ അഭിഷേകമാണ്. ഭയപ്പെട്ടിരുന്ന മോശയെ കരുത്തു നൽകിയ പ്രവാചകനാക്കി ഉയർത്തിയ ദൈവത്തിന്റെ ആത്മാവ് ഈ ഭയത്തിന്റെ കാലഘട്ടങ്ങളിൽ നമ്മളെയും അനുഗ്രഹിച്ചുയർത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് നൽകുന്ന ബലമാണ് ഞങ്ങൾക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ബലമുള്ളവരായി തീരാൻ, ഭയം വിട്ടുപോകാൻ. അതിനാൽ പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് ഞങ്ങളുടെ മേൽ വസിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൗസേപ്പിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. യോസേപ്പിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. അശുദ്ധിതൻ മുന്നിൽ തിന്മതൻ നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. അശുദ്ധിതൻ മുന്നിൽ തിന്മതൻ നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഏലിയായിൽ നിറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് പ്രവാചകന്മാരിൽ വസിച്ചത് ഓർക്കുന്നു. അവരെ ബലപ്പെടുത്തി ഓർക്കുന്നു. അവരെ അനുഗ്രഹിച്ച് ഉയർത്തത് ഞങ്ങൾ ഓർക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ആ ശക്തിയാൽ, ആ ചൈതന്യത്താൽ, ആ കരുത്തിനാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. ബാലിനു മുന്നിൽ കാർമലിൻ മുകളിൽ അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. ബാലിനു
സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. 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 ഉന്നത ശക്തിയെ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ കെട്ടുകൾ അഴിക്കണമേ. പരിശുദ്ധാത്മാവ് വചനം സ്വീകരിക്കാൻ, പ്രാർത്ഥിക്കാൻ ഹൃദയത്തെ തുറക്കണമേ. അത്ഭുതങ്ങൾ കാണാൻ കണ്ണുകളെ തുറക്കണമേ. വചനം കേൾക്കാൻ കാതുകളെ തുറക്കണമേ. ദൈവസ്നേഹം ആസ്വദിക്കാൻ ഹൃദയത്തെ തുറക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. ഈ ജാഗരണ പ്രാർത്ഥനയുടെ ആരംഭ നിമിഷങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഏറ്റെടുക്കട്ടെ. വചനം സ്വീകരിക്കാൻ കാതുകൾ തുറക്കണം. കർത്താവിനെ കാണാൻ കണ്ണുകൾ തുറക്കണം. കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. കർത്താവിനെ സ്വന്തമാക്കാൻ നമ്മുടെ ജീവിതങ്ങൾ ഈശോ ചേർത്ത് വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ അങ്ങേ കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, അവിടുത്തെ കടാക്ഷത്തിന് പാത്രമായി മാറാൻ ഈശോ എന്നെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തനായ കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, കാതുകൾ തുറക്കപ്പെടട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ. തിന്മയുടെ എല്ലാ വഴികളും യേശു നാമത്തിൽ അടയട്ടെ. അനുഗ്രഹത്തിന്റെ വഴികൾ യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ പാടാം. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ
ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രിയമുള്ളവരെ, ഇത് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന രാത്രിയാണ്. നമ്മുടെ നിലവിളി കാണുന്ന, കണ്ണുനീർ തുടയ്ക്കുന്ന പ്രാർത്ഥനയാണ്. ഇത് രാത്രിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന ഒരു രാത്രിയാണിതെന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ദുഃഖപീഠയിലേക്ക് കർത്താവ് ഇന്ന് കടന്നു വരും. ആവശ്യങ്ങൾ കർത്താവ് കാണും. നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് പരിഹരിക്കും, അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റും. നമുക്ക് ഈ ജാഗരണ പ്രാർത്ഥനയുടെ തുടക്ക നിമിഷങ്ങളിൽ തന്നെ ലീലാമ്മ എന്ന സഹോദരി KR പുരം ബാംഗ്ലൂർ അവരെഴുതിയ കത്ത് പ്രകാരമാണ്. ഞാൻ ലീലാമ്മ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. 2018 ഡിസംബർ 3-ാം തീയതി ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ മകളുടെ ജോലി നഷ്ടപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാതെ അവളെയും അവളുടെ കൂട്ടുകാരിയെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ സമയത്ത് അവളുടെ ഭർത്താവിനും ബിസിനസ്സിൽ വലിയ ഉയർച്ചയില്ലാത്തത് കൊണ്ട് ജീവിതം വളരെ പ്രതിസന്ധിയിലായിരുന്നു. 2019 ഒക്ടോബറിലെ നൈറ്റ് വിജിലിൽ ഞങ്ങൾ ഈ വിഷയം സമർപ്പിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവളുടെ 10 വയസ്സ് പ്രായമുള്ള മകനും ഈ വിഷയത്തിന് വേണ്ടി മുട്ടിന്മേൽ നിന്ന് നൈറ്റ് വിജിലിൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, 2018 ഡിസംബറിൽ ജോലി നഷ്ടപ്പെടുന്നു. ഇവരെ നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥിക്കുന്നത് 10 മാസങ്ങൾക്ക് ശേഷം 2019 ഒക്ടോബർ മാസത്തിലാണ്. തുടർന്ന് പറയുകയാണ്, സർവശക്തനായ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആ മാസം തന്നെ മറ്റൊരു സ്ഥലത്ത് അവൾക്ക് അതേ ശമ്പളത്തിൽ ഉയർന്ന സ്ഥാനത്ത് ജോലി നൽകി അനുഗ്രഹിച്ചു. അവളുടെ കൂട്ടുകാരിക്കും അടുത്ത് തന്നെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചു. നൈറ്റ് വിജിലിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇത് സംഭവിച്ചതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ജോലി നഷ്ടപ്പെടാൻ ഒത്തിരി സാധ്യതയുള്ള കാലഘട്ടമാണ്. എന്നാൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവുള്ളൊരു കാലഘട്ടവും. അതുപോലെ ഇവിടെ സംഭവിച്ചു. അവളുടെ ജോലി നഷ്ടപ്പെട്ടു. ഏകദേശം 10 മാസത്തോളം ജോലിയില്ലാതെ വേദനിച്ചു. അവർ ഒക്ടോബർ മാസത്തിൽ നൈറ്റ് വിജിലിൽ പങ്കെടുത്തു. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. കർത്താവ് ആ മാസം തന്നെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ജീവിച്ചാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിന്റെ കർത്താവ് ഉത്തരം നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാത്രി വിശ്വസിക്കണം. നിന്റെ വേദന എന്താണ്? ജോലിയാണോ, വിവാഹമാണോ, മക്കളുടെ പ്രശ്നമാണോ, കടഭാരങ്ങളാണോ, രോഗമാണോ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സ്വർഗം തുറന്ന് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, നിന്നെ അനുഗ്രഹിക്കും. വിദേശങ്ങളിലും വിദൂരങ്ങളിലുമുള്ള നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്റെ മക്കളെയും എല്ലാം ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റും. അതിനാൽ വലിയ വിശ്വാസത്തോടെ ഈ നൈറ്റ് വിജിലിൽ അത്ഭുതങ്ങൾ കാണാൻ, അതിനേക്കാളെല്ലാം പ്രധാനമായും കർത്താവിന് സ്നേഹം അനുഭവിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഒക്ടോബർ 1 ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ മാസം. അനേക ജപമാലകൾ അർപ്പിക്കുന്ന മാസം. വീടുകളിലും ദേവാലയങ്ങളിലുമെല്ലാം കൊന്ത നമസ്കാരം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാണ് ഒക്ടോബർ. ഹല്ലേലൂയ. ഈ മാസം ഷാലോം ടിവിയിലൂടെ റോസറി വാർ 2021 എന്ന പേരിൽ ഒരു വലിയ പ്രാർത്ഥനാ യജ്ഞം നടക്കുകയാണ്. 50 ലക്ഷത്തോളം ജപമാലകൾ അർപ്പിച്ച് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, തിരുസഭയുടെ ശക്തീകരണം, ലോകസമാധാനം, ലോകം മുഴുവൻ സുവിശേഷം അറിയുക, പകർച്ചവ്യാധികളിൽ നിന്നുള്ള മോചനം, അതോടൊപ്പം തന്നെ അതിനേക്കാളെല്ലാം പ്രധാനമായി നമ്മുടെയൊക്കെ ആത്മരക്ഷ. ഇതിനുവേണ്ടി ഒരു മാസം മുഴുവൻ 50 ലക്ഷത്തോളം ജപമാലയിലൂടെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാം. ഇതിലൂടെ നമ്മളും നമ്മുടെ കുടുംബങ്ങളും ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ജപമാലയിലേക്ക് പ്രവേശിക്കാം. ജപമാലയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകരായ ബിനുവും യസ്രിയുമാണ്. ഇവരോട് ചേർന്ന് നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.